അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് നമ്പർ 85. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. മുഹാജിറുകൾ അഥവാ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ മുഹാജിറുകൾ അവർ ദരിദ്രരായിരുന്നു, പാവങ്ങളായിരുന്നു. അവർ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ذهب أهل الدثور بالدرجات العلا والنعيم المقيم. അൻസാറുകളായ പണക്കാർ വലിയ പദവികളുമായി ഒരുപാട് നന്മകൾ അവർക്ക് വാരിക്കൂട്ടാൻ സാധിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, വമാദാക്ക, എന്താണ് നിങ്ങളുടെ കംപ്ലൈൻറ്റ്? മനസ്സിലായില്ല, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അപ്പോൾ ആ പാവങ്ങളായ ദരിദ്രരായ സ്വഹാബികൾ, മുഹാജിറുകൾ പറഞ്ഞു, യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്നു അവരും നിസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പ് നോക്കുന്നു അവരും നോമ്പ് നോക്കുന്നു, പക്ഷേ വയതസദ്ദഖൂന വലാ നതസദ്ദഖ്, അവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതല്ലെങ്കിൽ പാവങ്ങൾക്ക് സദഖ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് സാധിക്കുന്നില്ല, കാരണം നമ്മുടെ കയ്യിൽ പണമില്ല. വയുഅ്തികൂന വലാ നുഅ്തിഖ്, അവർ അടിമകളെ മോചിപ്പിക്കാനുള്ള പണം നൽകി അവരെ സഹായിക്കുന്നു, അത് വലിയ കൂലിയുള്ളതാണ്, പക്ഷേ ഞങ്ങൾക്കത് സാധിക്കുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. അഫലാ ഉഅല്ലിമുക്കും ശൈഅൻ തുദ്രികൂന ബിഹി മൻ സബഖക്കും വതസ്ബിഖൂന ബിഹി മിൻ ബഅദക്കും, ഞാനൊരു കാര്യം പറഞ്ഞു തരാം, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങളെ മുൻകടക്കാൻ ആർക്കും സാധിക്കില്ല, നിങ്ങളെപ്പോഴും മുൻപന്തിയിലായിരിക്കും. മാത്രമല്ല, ആ ഒരു കാര്യം ചെയ്തവരല്ലാതെ അത്രയും വലിയ മഹത്വം നേടാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ സ്വഹാബികൾ ആവേശത്തോടെ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തുസബ്ബിഹൂന വതുകബ്ബിറൂന വതഹ്മദൂന, നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം, സുബ്ഹാനല്ലാഹ് ചൊല്ലണം, നിങ്ങൾ തക്ബീർ അല്ലാഹു അക്ബർ ചൊല്ലണം, നിങ്ങൾ ഹംദ് അഥവാ അൽഹംദുലില്ലാഹ് ചൊല്ലണം. എപ്പോൾ? ഫി ദുബുരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും, 33 വട്ടം നിങ്ങൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പാവങ്ങൾ ചെല്ലാൻ തുടങ്ങി, അഥവാ ഫുഖറാക്കൾ ചൊല്ലിത്തുടങ്ങിയപ്പോൾ കുറച്ച് കഴിയുമ്പോഴതാ പണക്കാരും അഥവാ നേരത്തെ സദഖ കൊടുക്കുന്നവരും ഇതേ ദിക്ർ ചൊല്ലിത്തുടങ്ങി. അപ്പോൾ വീണ്ടും മുഹാജിറുകൾ വന്നു. അവർ പറഞ്ഞു, അതാ തങ്ങൾ പഠിപ്പിച്ചത് ഞങ്ങൾ മാത്രമല്ല അവരും പറയുന്നുണ്ട്, ഞങ്ങൾക്കെങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലായി ഇബാദത്ത് ചെയ്ത് പടച്ചവനടുക്കാൻ സാധിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ, അത് അല്ലാഹു തആല നൽകുന്ന ഒരു ഔദാര്യമാണ്. ബുഖാരി ഇമാം ഉദ്ധരിച്ച ഹദീസാണ്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിസ്കാരങ്ങൾക്ക് ശേഷം കൃത്യമായി 33 വട്ടം സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, 33 വട്ടം അല്ലാഹു അക്ബർ, അത് അതേ കണക്കിൽ തന്നെ വളരെ കൃത്യമായി നമുക്ക് ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും പറയാൻ സാധിക്കണം. വലിയ പുണ്യമുള്ള കാര്യമാണ്. പാവങ്ങൾക്ക് സദഖ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന പരാതി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പരിഹാരമായി പറഞ്ഞ ഒരു വഴിയാണ് അത്. അപ്പോൾ എത്രമാത്രം പുണ്യമുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം പണക്കാരനാവുക എന്നുള്ളത് ഒരു ഐബല്ല, അതല്ലെങ്കിൽ പണക്കാരനാവുക എന്നുള്ളത് മോശമായ കാര്യമല്ല. പണക്കാരെ
റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതെന്താണ്, പരിചയപ്പെടുത്തിയത്? ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ. നിൻ്റെ കയ്യിൽ പണമുണ്ടാവുകയും ആ പണം സദഖ കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് അല്ലാഹു തആല നൽകുന്ന വലിയ ഔദാര്യമാണ്. അവൻ നൽകുന്ന ഒരു തൗഫീഖാണ്. അത് നിങ്ങൾ അവരുപയോഗപ്പെടുത്തിയെന്ന് മാത്രം.